അഡ്വക്കേറ്റ് അനിൽകുമാർ, ഇവിടെ പാനലിസ്റ്റുകൾ ചോദിച്ച ചോദ്യങ്ങളോട് അങ്ങേക്ക് പ്രതികരിക്കാവുന്നതാണ്. അതോടൊപ്പം എൻ്റെ ചോദ്യം, ഈ ഇന്നത്തെ ഇടക്കാല ഉത്തരവ് തങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് പ്രശാന്തിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. അത് 21/8/2025 തിരുവാഭരണം കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ ഗോൾഡ് പ്ലേറ്റിംഗ് ജോലികൾ വളരെ വേഗത്തിൽ ഏർപ്പാടാക്കാൻ വേണ്ടി സ്പോൺസറുടെ കയ്യിൽ കൊടുക്കണം, അതിനുവേണ്ടി ത്വരിതഗതിയിലാക്കി എന്നുള്ളതാണ്. അതായത് ഒരു സമ്മർദ്ദമുണ്ടായിരിക്കുന്നു, ഒരു പ്രേരണയുണ്ടായിരിക്കുന്നു ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിൻ്റെ ഭാഗത്തു നിന്ന് 21/8/2025. അതിനെ തുടർന്നാണ് അത് വേഗത്തിലാക്കി കൊടുത്തത് എന്നുള്ളതാണ് കമ്മീഷണറുടെ ഒരു റെഫറൻസ് വെച്ചുകൊണ്ട് കോടതി സംശയിക്കുന്നത്. 2019 ഇതേ സമ്മർദ്ദമുണ്ടെന്ന് SIT കണ്ടെത്തിയിട്ടുണ്ടേ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സമ്മർദ്ദം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇപ്പോഴത്തെ പ്രസിഡന്റ് ചെലുത്തിയിട്ടുണ്ടോ? ഗൗരവമേറിയ വിഷയമാണ്. അല്ല, എന്തായാലും 2025 ഈ ശില്പങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയപ്പോൾ എത്ര കിലോ തൂക്കമുണ്ട് ഓരോന്നിനും എന്നുള്ളൊരു കണക്കുണ്ട്. അത് തിരിച്ചു കൊണ്ടുവന്നപ്പോഴും എത്ര ഉണ്ടെന്നൊരു കണക്കുണ്ട്. ആ കണക്കിലാണ് 8 ഗ്രാം കൂടുതലുണ്ട് എന്ന് അവിടെ രേഖ കൊണ്ട് കണ്ടത്. അത് ഞാൻ എടുത്തു പറഞ്ഞപ്പം അവിടെ സ്വർണം മൂട്ടിച്ചതിനെന്തോ ഞാൻ കൂട്ടുവന്നു, അവിടെ സ്വർണം മൂട്ടിച്ചില്ലേ എന്ന് ഒരു ചോദ്യമോ ഉത്തരമോ ആരോ പറയുന്നത് കേട്ടു. അതുകൊണ്ടാണ് പറഞ്ഞു എന്നൊരു സംശയം. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചോ? അവിടെ പോറ്റി കട്ടില്ലെന്നാണോ നമ്മുടെ വാദം? പോറ്റി കൊള്ളക്കാരനാണെന്നും മൂട്ടിച്ചാണെന്നുമല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ആ പോറ്റി സ്പോൺസർ പോറ്റിയായിരുന്നു. സ്പോൺസർ എങ്ങനെ പോറ്റിയായി? ഉമ്മൻചാണ്ടിയല്ലേ 2004 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തല്ലേ പോറ്റി ശബരിമല കയറി കൂടിയത്? ഞങ്ങൾ ആരെങ്കിലും ഒളിച്ചു കിടത്തിയതാണോ? 2004 പത്മകുമാർ പറയുന്നത് 2007 VSന്റെ കാലത്ത്. അല്ലല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഞാൻ കോട്ട് ചെയ്യുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. പത്മകുമാർ ഞാൻ പറയട്ടെ, 2007 അഡ്വക്കേറ്റ് അനിൽകുമാർ, ഒരു മിനിറ്റ്. അഡ്വക്കേറ്റ് അനിൽകുമാർ, പത്മകുമാർ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ് 2007 പറയട്ടെ. എന്റെ സമയം ആകപ്പാടെ 3 മിനിറ്റേ ഉള്ളൂ. ആകപ്പാടെ 3 മിനിറ്റേ ഉള്ളൂ. അല്ല, അതുകൊണ്ട് 2007 2 മിനിറ്റ് പറയാനുള്ളൂ. കുറെ നേരമായിട്ട് വന്നിരിക്കുകയാണ്. അല്ലല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ സാർ. എന്തായാലും ഉമ്മൻചാണ്ടി കല്ലിട്ടുണ്ടല്ലോ. 1.71 കോടി രൂപയുടെ പാത്രം മൂട്ടിച്ചത് ഏത് കാലത്താ? ഉമ്മൻചാണ്ടിയുടെ കാലത്താണോ? ശിവകുമാറിൻ്റെ അനിയൻ പ്രതിയായത് ഏത് കാലത്താ? ശിവകുമാറിൻ്റെ അനിയൻ ജയകുമാർ എന്ന് പറഞ്ഞ ഒരാൾ വിജിലൻസ് കേസിൽ പ്രതിയായത് ഏത് കാലത്താ? മൂട്ടിച്ചത് അറിയാമല്ലോ ശ്രീകുമാർ സാറിന്. അമ്പലക്കള്ളന്മാർ. പിന്നെ CBI അന്വേഷിച്ചാൽ നന്നായിരിക്കും. ഏത് CBI? ബാബറി മസ്ജിദ് നമ്മുടെ മുന്നിൽ കൂടെ പൊളിച്ചപ്പോൾ ആ കേസ് ആവിയാക്കിയ CBI വേണോ ഇപ്പം അന്വേഷിക്കാൻ? കോൺഗ്രസ്സുകാർക്ക് നല്ല വിശ്വാസമാണല്ലോ. പിന്നെ BJPക്കാരെ ബഹുമാനിക്കട്ടെ. അയോധ്യയിൽ പിരിവ് നടത്തി 1/4 നൂറ്റാണ്ട് എത്ര കോടി കൊണ്ടുപോയി? അവസാനം സുപ്രീം കോടതി വിധിച്ചപ്പോൾ സർക്കാരിൻ്റെ കാശെടുത്ത് അമ്പലം പണിതു. BJP ആ കാശ് സ്വാഹ. കണക്കുണ്ടോ BJPക്കാരാ? അതുകൊണ്ട് ശ്രീരാമൻ്റെ ഭൂമിയും ശ്രീരാമൻ്റെ സ്വത്തും വിഴുങ്ങിയവരാ നിങ്ങൾ. വേറെ വിഴുങ്ങൽ വേറെ ഉണ്ട്. ഞാൻ എൻ്റെ കണക്ക് പിന്നെ പറയാം. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ചർച്ച പങ്കെടുക്കുമ്പം ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണ സാറെങ്കിലും ഒന്ന് ആലോചിക്കുക. 30 കിലോ സ്വർണ്ണം ഈ ദ്വാരപാലക ശില്പത്തിലുണ്ടോ? എവിടെയൊക്കെയാണ് 30 കിലോ പൂശിയത് അല്ലെങ്കിൽ ക്ലാഡ് ചെയ്തത്? അതൊക്കെ കണക്കവിടെയുണ്ട്. ആ കണക്കിൽ കുറവുള്ളതിന് ഉത്തരം പറയേണ്ട ഒരു ഉത്തരം പറയും. അവിടെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. പ്രശാന്ത് എന്ന് പറയുന്ന ഇന്നത്തെ പ്രസിഡന്റിൻ്റെ കാലത്ത് കൊണ്ടുപോയതിനേക്കാൾ സ്വർണം കൂടുതൽ തിരിച്ചു വന്നു. അതാണ് പോയിന്റ്. എന്നാൽ 2019 സ്വർണം അപഹരിക്കപ്പെട്ടു. അപഹരിക്കപ്പെട്ടതിന് കാരണം ഉദ്യോഗസ്ഥന്മാർ കൂടെ പോയില്ല, പോറ്റിയിടയിൽ കൊടുത്തുവിട്ടു. അതിൽ ദേവസ്വം ബോർഡിന് പങ്കുണ്ടോ? ദേവസ്വം ബോർഡിൻ്റെ തീരുമാനത്തിൽ ദേവസ്വം ബോർഡ് ഒറ്റയ്ക്കൊരു പോറ്റിയിടയിൽ കൊടുത്തുവിടാൻ പറഞ്ഞില്ല. ഇപ്പം ഞങ്ങളുടെ വാദം എന്താണ്? ശബരിമലയിൽ ഒറ്റയ്ക്കൊരു പോറ്റിയും വരണ്ട. അതാണ് അയ്യപ്പ സംഗമം. അതുകൊണ്ട് ഇപ്പോൾ കാണിച്ച ക്രിമിനൽ ബുദ്ധി കാണിച്ച പോറ്റിയാണെങ്കിലും അതോടൊപ്പമുള്ള ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ഏത് ഉദ്യോഗസ്ഥനും ഉത്തരവാദിത്വമുണ്ട്, നടപടി ഉണ്ടാകും. അതിനപ്പുറത്ത് ഒരാളുടെ പേരിലും ഒരൗദാര്യവും CPMന് വേണ്ട. ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കാം. ഇവിടെ CPM ഭയക്കുന്നു, ഒരു ഭയവുമില്ല. CPMന് ഒരു ഭയവുമില്ല. ഞങ്ങൾ ഭയന്നല്ലോ. ഖുറാൻ്റെ മറവിൽ സ്വർണം കടത്തി ഭയന്നവരല്ല ഞങ്ങൾ. ഈന്തപ്പഴത്തിൻ്റെയും പിന്നെ മറ്റേയൊക്കെ മറവിൽ സ്വർണം കടത്തി ഭയന്നു പോയവരല്ല ഞങ്ങൾ. K-ഫോൺ അഴിമതിയും മാസപ്പടിയും പിന്നെ മുഖ്യമന്ത്രിയുടെ മകന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്രതിചേർത്ത കേസാണിത്. ഒരു ചുക്കും ചെയ്യാനില്ല.
ഒരു ചുക്കും ചെയ്യാനില്ല, അത് പറഞ്ഞുതരാം. ഒരു ചുക്കും ചെയ്യാനില്ല, അത് പറഞ്ഞുതരാം. അത് തന്നെ പറഞ്ഞുതരാം. അല്ല, അതാണ് ഞങ്ങളുടെ Point സംശയം. ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഗോപാലകൃഷ്ണന്റെ വാദം നിൽക്കും. ബോർഡ് CBI അന്വേഷണം വേണ്ടി വരുമോ? ഒരു ചുക്കും ചെയ്യാനില്ല അങ്ങ് പ്രിഡിക്റ്റ് ചെയ്യുമ്പോൾ ഇന്നിപ്പോ ഹൈക്കോടതി ഉത്തരവിലാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നത്. SIT അന്വേഷണത്തിൽ ഒരു ചുക്കും സംഭവിക്കില്ലെന്ന് പറഞ്ഞാൽ അങ്ങ് പ്രിഡിക്റ്റ് ചെയ്യാണ് ഒന്നും സംഭവിക്കില്ല. മനസ്സിലായല്ലേ? ഒരു ചുക്കും വിശ്വാസം ഭയപ്പെടുത്തുന്നതാണ് അനിൽകുമാർ. പറയട്ടെ, ഒരു ചുക്കും ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഒരു ഞാൻ എന്റെ ആത്മവിശ്വാസം പറയുകയാണ്. ഞാൻ പറയണത് ശ്രീകുമാറിനുള്ള ക്ലിയർ ആണ്. കാരണം ഇത് തന്നെയാണ് പറയട്ടെ, ഞാൻ എന്താ പറഞ്ഞത്? ഒരു ചുക്കും ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു താങ്കൾ. ഇത് പറഞ്ഞത് പിണറായി വിജയന്റെ ഭാഷ. അത് തന്നെ ഭാഷയാണ്. എന്റെ സമയമാണത്. ഇതെന്റെ പിണറായി വിജയന്റെ ഭാഷയാണ്. എന്റെ സമയമാണോ? നിങ്ങളുടെ സമയമാണ്. അനിൽകുമാർ വിശദീകരിക്കൂ. 1.5 മിനിറ്റ് സമയം. അത് കഴിഞ്ഞ് ഞാൻ ഗോപാലകൃഷ്ണനിലേക്ക് വരാം. 1 മിനിറ്റ് കൂടി നമ്മൾ സമയം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 2 മിനിറ്റ്. ഞാൻ ശ്രീകുമാർ സാറിനോട് പറഞ്ഞത് CPM ഭയക്കുകയാണെന്ന് പറഞ്ഞതിനാണ് മറുപടി പറഞ്ഞത്. CPM-ന് വേണ്ടിയാണ് മറുപടി പറഞ്ഞത്. ഒരു ചുക്കും ചെയ്യാനില്ല. നിങ്ങൾ മാസപ്പടി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പേടിച്ചില്ല. ED സമൻസ് ഇപ്പം മകനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പേടിച്ചില്ല. ഞങ്ങൾക്കെതിരായിട്ട് ഈ പറഞ്ഞ നുണ മുഴുവൻ നിങ്ങൾ എഴുന്നള്ളിച്ച് ഞങ്ങൾ പേടിച്ചില്ല. സ്വർണ്ണക്കടത്ത് നടത്തിയപ്പോൾ ഞങ്ങൾ പേടിച്ചില്ല. ആ പേടിക്കാത്ത CPI പറയുന്നത് ശബരിമലയുടെ കാര്യത്തിലും CPM-ന് ഒരു ഭയവുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു ഭരണ നടപടിയുടെ ഭാഗമായി വീഴ്ചയുണ്ടോ എന്ന് പരിശോധന ഉണ്ടാകുന്ന ഒരു കുഴപ്പമില്ല. ക്രിമിനൽ ഗൂഢാലോചനയുണ്ടോ? കോടതി ഏതാ അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നത്? വെദർ ദർ ഈസ് എനി ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഒരു ഡിസ്റ്റിങ്ക്റ്റ് പോസിബിലിറ്റി അന്വേഷിക്കാൻ പറയുന്നു. ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പോകുന്നു. അന്വേഷിക്കട്ടെ. അന്വേഷിക്കുമ്പോൾ കാണാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനത്തോടെയാണ് പറയണത്, ഒരു ചുക്കം ചെയ്യാത്തക്കവണ്ണം രാഷ്ട്രീയമായി ഞങ്ങൾ തലകുനിക്കേണ്ട ഒരു കാര്യവും അതിലുണ്ടാവില്ല. അതേസമയം ഭരണപരമായ കാര്യങ്ങൾ പരിശോധന പൂർത്തിയാക്കട്ടെ. അതുകൊണ്ട് BJP-ക്കാരും കോൺഗ്രസ്സുകാരും കൂടി കടപറങ്ങാനൊന്നും നടക്കണ്ട. ശബരിമല എന്ന് പറഞ്ഞ ഉടനെ നിങ്ങളങ്ങ് പൂതിയിട്ടങ്ങ് ഇറങ്ങിത്തിരിക്കുകയാണ്. നിങ്ങളൊന്നും ഒരു പൂതിയിട്ട് ഇറങ്ങിത്തിരിക്കേണ്ട കാര്യമില്ല. കുറ്റവാളികൾ അത് അടൂർ പ്രകാശിൻ്റെ അടുത്ത് ചെന്നവരാണെങ്കിലും സോണിയാഗാന്ധിയുടെ അടുത്ത് ചെന്ന് ഉപകാരം കൊടുത്ത പോറ്റിയാണെങ്കിലും ആ പോറ്റിയെ പിടിക്കും. മനസ്സിലാക്കിക്കോണം. പിണറായി വിജയന്റെ വെറും പോറ്റിയല്ല. സോണിയാഗാന്ധിയുടെ അടുത്ത് കടകംപള്ളി സുരേന്ദ്രൻ്റെ കൂടെ ഇരുന്ന് അവർക്ക് വീട് കൊടുത്താണ് സ്പോൺസർ ചെയ്താണ്. ആ വീട് കൊടുത്താണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മോഷണത്തിന് കൂട്ടല്ല. അവിടെ വീട് കൊടുത്തപ്പോൾ ഒരു ചടങ്ങിൽ പങ്കെടുത്താണോ കുറ്റം? പരിശോധിക്കട്ടെ. എനിക്കറിയില്ല. ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന പോറ്റിയുമായിട്ട് അന്നത്തെ ദേവസ്വം മന്ത്രി എന്താണ് രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കാനുള്ളതെന്ന് എനിക്കറിയില്ല. അതെ അരുൺകുമാറിന്റെ ബുദ്ധി എവിടെ കൊണ്ട് വെച്ചെന്ന് എനിക്ക് തീരെ മനസ്സിലായില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു പോറ്റി പോലൊരു കള്ളനാണെങ്കിൽ കള്ളനോടനെ കടകംപള്ളി സുരേന്ദ്രനെ പോലെ പ്രതിബദ്ധതയുള്ള തെളിഞ്ഞു കഴിഞ്ഞ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു മഹാനേതാവ് ഇങ്ങനെ എന്തെങ്കിലും ഗൂഢാലോചന നടത്തുക? നിങ്ങളൊക്കെ ഏത് ലോകത്തെ പൊതുപ്രവർത്തകരെ വിലയിരുത്തുന്നത്? സാർ, അതേ കടകംപള്ളിയുടെ കീഴിലാണ് കേരളം കണ്ട ഏറ്റവും വലിയ സ്വർണ്ണക്കടത്ത് ഒരു അമ്പലത്തിൽ നടന്നിരിക്കുന്നത്. ഒരു കാര്യത്തിൽ അത് തന്നെയാണ്. അവിടെ ദേവസ്വം ബോർഡിന്റെ ഫയൽ തിരുത്തി, ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് തിരുത്തിയവന്മാരെ പിടിക്കണ്ട. നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ സെക്രട്ടറി കൊടുത്തതിനകത്ത് എന്താണോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിലുള്ളത് ആ മിനിറ്റ്സിന്റെ ഉത്തരവായിട്ടാണ് സെക്രട്ടറി അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ആരുടെ ഉത്തരവാദിത്വത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉത്തരവാദിത്വത്തിൽ. ഉണ്ണികൃഷ്ണൻ നേരത്തെ ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞത്. ഞാൻ വായിക്കാം. എന്റെ സ്വർണം പൂശുന്നതും ഉൾപ്പെടെയുള്ള ജോലികൾ ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർ എന്ന ഭക്തന്റെ പൂർണ്ണ ചെലവിലും ഉത്തരവാദിത്വത്തിലും ശാസ്ത്രവിധി പ്രകാരം തിരുവാഭരണം കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ എന്നാണ്. എന്താണ് ഈ ഉത്തരവാദിത്വം? ദേവന്റെ സ്വത്തിൽ എന്താണ് ഈ സ്പോൺസർ ഉണ്ണികൃഷ്ണന്റെ ഉത്തരവാദിത്വം? അരുൺകുമാർ ഒരു സത്യസന്ധനായ പ്രവർത്തകനല്ലേ, മാധ്യമ പ്രവർത്തകനല്ലേ? ഇപ്പൊ വായിച്ചതിന്റെ മുകളിലത്തെ 2 വരി കൂടെ വായിച്ചേ, കുറിക്കണ്ട. മുകളിലത്തെ 2 വരി കൂടെ വായിക്കും. ദേവസ്വം കമ്മീഷണറുടെ ശുപാർശ പ്രകാരം ശബരിമല ശ്രീകോവിലിന്റെ കഥയിൽ ഇരുവശത്തുമുള്ള ദ്വാരപാലകന്മാരെ പൊതിഞ്ഞിട്ടുള്ള ചെമ്പുതകടുകളിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സ്വർണം പൂശുന്നതും കൂടാതെ ശ്രീകോവിലിന്റെ തെക്കുവടക്ക് മൂലകളിൽ പൊതിഞ്ഞിട്ടുള്ള ചെമ്പുതകടുകളിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി. ഇതൊന്നും തന്ത്രി ഇങ്ങോട്ട് പറഞ്ഞതല്ലേ. സ്വർണം പൂശുന്നതും ഉൾപ്പെടെയുള്ള ജോലികൾ ശ്രീ ബാംഗ്ലൂർ
ബാക്കി വായിക്കേ. എന്ന ഭക്തന്റെ പൂർണ്ണ ചെലവിലും ഉത്തരവാദിത്വത്തിലും സത്യസന്ധതയില്ല. ആ പൂർണ്ണ ചെലവിലും ഉത്തരവാദിത്വത്തിലും ശാസ്ത്രവിധി പ്രകാരം മിനിറ്റ്സിന്റെ കോപ്പിയാണ്, SIT റിപ്പോർട്ടിലുള്ള കോപ്പിയാണ് സാർ. തെറ്റാണ്, നിങ്ങൾ വായിച്ച തെറ്റാണ്. എങ്കിൽ പിന്നെ SIT തെറ്റാണെന്ന് പറയേണ്ടി വരും. ഇത് എന്റെ ഇരിക്കുന്നത് SIT കൊടുത്ത റിപ്പോർട്ടാണ്. അല്ലല്ല, നിങ്ങൾ ഞാൻ എന്റെ കയ്യിൽ ഇരിക്കണമെന്നുള്ളൂ. എന്റെ കയ്യിൽ ഇരിക്കുന്നത് രേഖയാണ്, ഒറിജിനൽ രേഖ. ആ രേഖ ഞാൻ വായിക്കാം. ആ രേഖ പറയണത് എന്താണെന്നറിയോ? കൃത്യമായിട്ട് ഞാൻ പറയട്ടെ, രേഖയെ കൃത്യമായിട്ട് പറയണത് എന്താണെന്നറിയോ? ദേവസ്വം എഞ്ചിനീയർ സ്മിത്ത്, തിരുവാഭരണ കമ്മീഷണർ, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഈ 4 ഉദ്യോഗസ്ഥന്മാർ കൂടി ചെയ്യണമെന്നാണോ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ ആ രേഖ വായിച്ചു നോക്ക്. ഏത് അനക്സെപ്റ്റിലുള്ള രേഖയോ? താങ്കൾ ഏത് കാലത്തെ കഥയെ പറയുന്നത്? 2019 2025 ആ 2019 എങ്കിൽ SIT അങ്ങ് കേട്ടോളൂ. അനക്സ് 8 പ്രകാരം പറഞ്ഞിരിക്കുന്നത് വിത്തിൻ കോട്ട്. SIT അവിടെ നിൽക്കട്ടെ, ഇത് കേൾക്ക്. അത് ശരി. നിങ്ങൾ ഞാൻ പറയട്ടെ, നിങ്ങൾ ഉണ്ടാകുന്ന ഉത്തരവിനാ നിങ്ങൾ മനസ്സിലാക്കട്ടെ. പറയട്ടെ SIT അല്ല തള്ളിയത്, ഉത്തരവെന്ത്. നിങ്ങൾ വേറെ കാട് കയറാതെ. ഞാൻ 2019 ഉത്തരവെന്റെ ഇരിക്കുകയാണ്. ഉത്തരവാണ് ഞാൻ വായിക്കണത്. ആ ഉത്തരവിൽ പറയണത് ഈ ദ്വാരപാലക ശില്പങ്ങൾ ദേവസ്വം ബോർഡിന്റെ എഞ്ചിനീയർ സ്മിത്ത്, തിരുവാഭരണ കമ്മീഷണർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഇവരുടെ ചുമതലയിൽ തന്ത്രിയുടെ അനുവാദപ്രകാരം, ഭഗവാന്റെ അനുജ്ഞപ്രകാരം ആചാരത്തോടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ പോറ്റിയുടെ കൊടുക്കണം നല്ല അർത്ഥം. അപ്പൊ ഈ വാക്കിനർത്ഥം ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർ ഭക്തന്റെ പൂർണ്ണ ചെലവിലും ഉത്തരവാദിത്വത്തിലും. ആ വാക്കിന് അതവരോട് ചോദിക്കും. അതിന്റെ മുകളിൽ അതിന്റെ ചെലവ് അയാളുടെ അതേ ഉള്ളൂ. അയാളുടെ ചെലവും ഉത്തരവാദിത്വം ഉള്ളൂ. ബാക്കി മുകളിലുണ്ട്. ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥന്മാരാ. 1999 ദേവന് സമർപ്പിച്ച ദേവധനത്തിന്റെ കാര്യത്തിൽ എന്താണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉത്തരവാദിത്വം? അതാണ് കൃത്യമായിട്ട് പറയുന്നത്. നിങ്ങൾ ഒരു കാര്യം അഴിച്ചെടുക്കുമ്പോൾ എന്താണ് അഴിച്ചെടുക്കുന്നത്? അഴിച്ചെടുക്കുന്നതിനോട് സ്മിത്ത് അളക്കണം. എത്രത്തോളം അതിൽ സ്വർണ്ണമുണ്ട്, എത്രത്തോളം അതിൽ ചെമ്പുണ്ട്, എന്താ കൊണ്ടുപോണത്? അയാൾ ചെയ്തോ? അയാൾ ചെയ്തോ? അത് അയാളോട് ചോദിക്കണം. സ്മിത്ത് ഇല്ല, അത് ഉണ്ടായിരുന്നു. കമ്മീഷണറാണ് താങ്കൾ പറഞ്ഞ കോൺഗ്രസ് സംഘടനയുടെ നേതാവ്. അത് ഞാൻ സമ്മതിക്കുന്നു. അതിനുശേഷം ജയശ്രീം കോൺഗ്രസ് സംഘടനയുടെ നേതാവാണ്. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് അതിന് കോടതിയുടെ ഉത്തരവുണ്ട്. സമയം അതിക്രമിച്ചുകൊണ്ടാണ് നമ്മൾ തമ്മിലുള്ള തെറ്റിദ്ധാരണ തീർന്നുവെന്ന് തോന്നുന്നു. ഞാൻ വായിച്ചത് SITയുടെ കോപ്പിയിൽ പറഞ്ഞിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മിനിറ്റ്സിലാണ്. അതിൽ ഉത്തരവാദിത്വം എന്ന് തന്നെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ, ഞാൻ അങ്ങേക്ക് 1.5 മിനിറ്റ് വാഗ്ദാനം ചെയ്തതാണ്. അത് ഞാൻ ലംഘിക്കുന്നില്ല. Debate with Dr. Arun Kumar.